പാലക്കാട് വടക്കഞ്ചേരിയിൽ നടന്ന മോഷണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നഗരത്തിലെ ലോട്ടറി കടയിൽ നിന്നും 5000 രൂപയും 60,000 രൂപയുടെ ലോട്ടറിയും കവർന്ന സംഭവത്തിലാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ വിനായക ലോട്ടറി ഏജൻസിയിലാണ് കവർച്ച നടന്നത്. വ്യാഴാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഉടമ മോഷണ വിവരം അറിയുന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ച കമ്പി കടയ്ക്കുള്ളിൽ നിന്നും കണ്ടെത്തി. ഈ കടയുടെ എതിർവശത്തുള്ള പച്ചക്കറിക്കടയിൽ കഴിഞ്ഞ ആഴ്ച മോഷണം നടന്നിരുന്നു. നാണയത്തുട്ടുകൾ മാത്രം നഷ്ടപ്പെട്ടതിനാൽ കടയുടമ പരാതി നൽകിയിരുന്നില്ല. വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിലവിൽ പച്ചക്കറിക്കടയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഞാൻ 9 മണിക്ക് കടയടച്ചിട്ട് പോയി. കാലത്ത് 10 മണിക്ക് സാധാരണ 10 മണിക്ക് തുറക്കാറുള്ളത് കട. കാലത്ത് നേരത്തെ കടന്ന് തുറന്നാൽ കച്ചവടം ഇവിടെ ഈ ഭാഗത്ത് കമ്മിയായതുകൊണ്ട് ഞാൻ സാധാരണ 10 മണിക്ക് തുറക്കാറുള്ളത്. അപ്പോൾ അന്ന് നോക്കുമ്പോൾ അങ്ങനെ ലിവറൊക്കെ എടുത്ത് കൂട്ടൊക്കെ പൊട്ടിച്ചിട്ട് കമ്പിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് പോയിരിക്കും. അതാണ് കാലത്ത് വന്നിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച. അപ്പോൾ തന്നെ പോലീസിനെ ഇൻഫർമേഷൻ ചെയ്ത് അവർ വന്ന് നോക്കി കേസെടുത്തു. ക്യാഷ് പോയായിരുന്നു? ക്യാഷ് വല്ല നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ക്യാഷ് ഒരു 5000 രൂപേൻ്റെ ഉള്ളിൽ കുറച്ച് ചില്ലറകൾ 100-ൻ്റെ 50-ൻ്റെ പിന്നെ നഷ്ടപ്പെട്ട ചില്ലറകൾ അങ്ങനെ ക്യാഷുകൾ കുറച്ച് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നാളെ വിൽക്കാൻ പോകുന്ന ടിക്കറ്റ് 1225 ടിക്കറ്റ് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ടിക്കറ്റ് വന്നിട്ട് ഒരു 140 ടിക്കറ്റ് ഇന്നത്തെ നഷ്ടം. മൊത്തം എത്ര രൂപയുടെ? മൊത്തം 60,000 മേലെ 65,000 രൂപ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി വിനായക സ്ട്രീറ്റിലെ ഉഷാദേവിയുടെ വീടിന്റെ പൂട്ട് തകർത്ത മോഷണം നടന്നിരുന്നു. വടക്കഞ്ചേരി ഗണപതി ക്ഷേത്രത്തിലും ഇതിനു സമീപത്തുള്ള ടൗൺ മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണശ്രമവും നടന്നിരുന്നു. ഈ മാസം 1-ന് വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയെ കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.